ജപിച്ചു വിലാപിച്ചു മുട്ടാക്കി മേളുന്ന നേരത്തു ഞാൻ തഥാ അതിവൃഷ ശരീരന വൃക്ഷശാകാന്തരി ആനന്ദമുൾക്കൊണ്ടിരുന്നേനാകുലം തവ ചരിതമൃതസകമ ഭക്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണി മേലേ ഗുഹൻ വീണ്ടു മന്ദിരം പൊക്കു ചിന്തിച്ചു മരുവിനാൽ. ഭരദ്വാജാശ്രമ പ്രവേശം. വൈദേഹി തന്നോടുകൂടവേ രാഘവൻ ണം. രാമൻ ദശരഥ നന്ദനനുണ്ടുതൻ ഭാമിനിയോടും അനുജനോടും വന്നു കാത്തിരിക്കുന്നതോട് എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കയെന്നപ്പോൾ താമസനോടാ ബ്രഹ്മചാരി ചർമാഭോഗ സന്തോഷമോട് ചൊല്ലിയതിനാൽ ആശ്രമോപാന്തേ ദശരഥപുത്രനും ദാശ്രിതവത്സല പാർത്തിരുന്നിടുന്നു. ശ്രുത്വാ ഭരദ്വാജനിത്തം സമുത്തായ ഹസ്തേ സമാദായ സാധ്യപദ്യാദ്യാദീം ഗത്വാ രഘുത്തമസന്നിധൗ സത്വരം ഭക്തൈവ കണ്ടുകൊണ്ടേന ഭൂമാദ്യമഹാന്തഭാഗ്യം കൃതസ്മേഹം ഫലിതമഖിലമമാദ്യ പ്രയാസം വൃശം പത്മജാലോകനം പാപവിനാശനം മമ വചനമിതി നിഖിലമാകർണ്യജാനകി മന്ദമന്ദം വിചാരിച്ചിതോ മാനസേ ശ്രവണയുഗളാമൃതം പവനസുതകടയ മമ ദുഃഖമെല്ലാം ഭവൻ പത്മാക്ഷനോട് നീ കണ്ടിതെല്ലാം സകേ പറഞ്ഞിടുക പുണ്യപുരുഷനും വിശ്വാസസിദ്ധി അതുമഭിനിസുതയോടകമിങ്ങനെ ചൊന്നാളവാശുചൂടാരത്നമാതരാൻ കമലമുഖികനുവിനോട് ചിത്രകൂടാചലേകാന്തനുമായി വസിക്കുന്നാളൊരു ദിനം കഠിനതര നഖര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊൽകി